CPM-ൽ നിന്ന് മുസ്ലിം വോട്ടൊക്കെ ചോർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രതീക്ഷിക്കാവുന്നത് ക്രൈസ്തവ വോട്ടുകളാണ്. ആ പ്രതീക്ഷിക്കാവുന്നതാണോ? അങ്ങനെ ക്രൈസ്തവ വോട്ടുകൾ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റുണ്ടോ? അത് അവർക്ക് കിട്ടും? പ്രീത, ഈ CPM-ന് മുസ്ലിം വോട്ട് ഇപ്പൊ കൈവിട്ടു പോയി എന്നുള്ളത് ഈ ലോക്സഭ ഇലക്ഷന് ശേഷമാണ്. പ്രജിതയ്ക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞ്, അതായത് 2021 അവർ ആദ്യത്തെ മന്ത്രിസഭ കഴിഞ്ഞ് ഈ രണ്ടാമത്തെ മന്ത്രിസഭ വരുന്ന സമയത്ത് CPM രണ്ടാമത് മന്ത്രിസഭ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായാൽ മുസ്ലിം വോട്ട് കൊണ്ടാണ്. വടക്കൻ മലബാർ മേഖലയിൽ അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മുസ്ലിം വോട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് ഉദാഹരണമൊക്കെയാണ് ഈ ഷംസീറൊക്കെ ജയിച്ചത്. ഷംസീർ അല്ല, അദ്ദേഹത്തിന്റെ മരുമകൻ റിയാസ് ഒക്കെ ജയിച്ചത്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മുസ്ലിം വോട്ടിലൊക്കെ മുസ്ലിം ലീഗിന് അവരുടെ പൊന്നാനിയല്ല, അത് മലപ്പുറത്തെ പൊന്നാനി CPM ആണ് ജയിച്ചത്. അവർക്ക് മുസ്ലിം ലീഗിന് കിട്ടാനുള്ള വോട്ടുകൾ കിട്ടിയെങ്കിലും മലപ്പുറത്ത് അവർക്കൊരു പ്രവേശനം കിട്ടി. മലപ്പുറം ആ ഏരിയയിൽ വടക്കൻ മലബാർ മേഖലയിൽ CPM-ന് ഒരു പ്രവേശനം കിട്ടി. മുസ്ലിം വോട്ട് കുറെ കിട്ടിയിട്ടുണ്ട്. അത് ഇതിന് പഴയ കഥ, ഇതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ നിയമസഭാ ഇലക്ഷനിൽ CPM-ന് അവിടെ നിന്ന് കുറച്ച് മുസ്ലിം വോട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 100 വരെയുള്ള സീറ്റ് 99 സെഞ്ചുറി അടിക്കുന്ന മുമ്പ് ഔട്ടായില്ല 99 നിന്നത്. അപ്പൊ അത്തരത്തിൽ അന്ന് ഇത് കിട്ടിയത് കൊണ്ടാണ് ഒരു ഭയങ്കര സ്നേഹം അന്നവർക്കുണ്ടായിരുന്നു, ന്യൂനപക്ഷ സ്നേഹം. അവരെന്താണ് ഇത് ചെയ്തത്? തങ്ങളെ ഇനി മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ ഇവിടെയുള്ള ഭൂരിപക്ഷക്കാരെല്ലാം കൂടെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള രീതി. പിന്നെ പിണറായി വിജയന്റെ ഒരു അന്നത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു പ്രീണനമായിരുന്നു. അന്നത്തെ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രീണനത്തിന്റെ ആളായിരുന്നു. പിന്നെ അന്ന് ഈ കോവിഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നൊക്കെ ചെയ്തതുകൊണ്ട് ഈ സർക്കാരിനുള്ളൊരു ആഭിമുഖ്യമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇത് എപ്പോഴും ലോകസഭയിലും നിയമസഭയിലും പിന്നെ തദ്ദേശത്തിലൊക്കെ ഇലക്ഷന്റെ പാറ്റേൺ പല വിധത്തിലാണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഈ തദ്ദേശ ഇലക്ഷനിലെ പാറ്റേണിൽ ഇപ്പം പെട്ടെന്ന് ഞാൻ ഇതിലേക്ക് തന്നെ വരാം. ഈ ക്രൈസ്തവ വോട്ട് തദ്ദേശ ഇലക്ഷനിലെ പാറ്റേൺ നോക്കുമ്പോഴത്തേക്ക് വളരെ കുറച്ച് വോട്ടൊക്കെ മതി. 15 വോട്ടിന് ജയിക്കും, 20 വോട്ടിന് ജയിക്കും. അങ്ങനെ വരുമ്പോൾ ഇപ്പം കഴിഞ്ഞ ചില ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ CPM-ന്റെ ചില സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ LDF-ന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്. ഏതിന്? ക്രിസ്ത്യൻ സമുദായം ഉള്ള ഇടങ്ങളിൽ. അപ്പൊ അത് ഇവരുടെ ഒരു പഠനത്തിൽ ക്രിസ്ത്യൻ സമുദായം എന്തായാലും തങ്ങളെ കൈവിടില്ല എന്ന് വെച്ചാൽ ഈ ചെറിയ ഒരു മിനിയേച്ചറാണല്ലോ, നിയമസഭയുടെ മിനിയേച്ചറാണല്ലോ തദ്ദേശം. അതൊന്നും നിയമസഭയിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇവർക്ക് അവിടെ വോട്ട്, ക്രിസ്ത്യൻ വോട്ടുകളെ ലക്ഷ്യമിട്ടിട്ടാണല്ലോ വീണ ജോർജ് ഉൾപ്പെടെ വീണ ജോർജ്. അതല്ലാതെ കൂടുതൽ പ്രീണനം നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ആ ഒരു തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രമല്ലല്ലോ, അല്ലെങ്കിലും ഇവിടെ പ്രാദേശികമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ പല മുസ്ലിം സംഘടനകളുമായിട്ടും ആലപ്പുഴ SDPI പകല് CPM, രാത്രി SDPI ആണ്. അതെ, അത്തരത്തിലുള്ള ബന്ധം നേരത്തെ ഉണ്ടല്ലോ. അല്ല, അതുണ്ട്. തദ്ദേശ ഇലക്ഷനിലെ അത് ഒരു വശം. നമ്മളിപ്പോ സംസാരിക്കുന്നത് പറഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ടിന്റെ കാര്യമല്ലേ. അപ്പൊ ക്രിസ്ത്യൻ വോട്ട് തദ്ദേശ ഇലക്ഷനിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ CPM-ന് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് അവരുടെ പഠനത്തിൽ അവർ പറയുന്നത് അവർക്ക് ഇങ്ങനെ കിട്ടിയതിന്റെ ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ UDF-ന് ഇനിയിപ്പോ അങ്ങനെ വോട്ട് പോകാനുള്ള സാധ്യത, ആരുടെ വോട്ട് പോകാനുള്ള, കോൺഗ്രസ് ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ട് UDF-ലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. അതിന്റെ കാരണം ഈ പറയുന്ന പോലെ ഉമ്മൻചാണ്ടി ജീവിച്ചിരിപ്പില്ല, ജോസ് കെ മാണിയുടെ പിതാവ് മാണി സാറും ജീവിച്ചിരിപ്പില്ല. അങ്ങനെ വരുമ്പോൾ UDF-നോടുള്ള ക്രൈസ്തവ താല്പര്യം കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറയും. അത് കുറയും. കാര്യം ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്തെ ഒരു വലിയ നേതാവാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന അവർ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാൾക്കാരാണ്. അവർക്ക് കാര്യം ഇപ്പം ഈ പറയട്ടെ, അവർ ഈ BJP-യുമായിട്ടൊക്കെ അടുക്കുന്നത് എന്തിനാ? BJP-ആയിട്ടൊക്കെ അടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ നടക്കണം. അവർക്ക് ഈ പറയുന്ന ഇസമോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. അവരുടെ ഒരു പേപ്പർ കൊണ്ട് കൊടുത്താൽ ആ പേപ്പർ കാര്യം നടക്കണം. അപ്പോൾ അതുകൊണ്ട് അവർ ഈ പറയുന്ന പോലെ UDF-ന് ഈ പറയുന്ന നേരത്തെ ഉണ്ടായിരുന്ന ക്രൈസ്തവ താല്പര്യം പോയിട്ടുണ്ട്. UDF-നോട് ഉണ്ടായിരുന്ന ഒരു ക്രൈസ്തവ താല്പര്യം മാണി സാറ് ഇല്ല, ഉമ്മൻചാണ്ടി ഇല്ല. ചേട്ടൻ പറഞ്ഞ രണ്ട് അടിസ്ഥാനത്തിൽ വരുന്നതാണ്. അതെ, പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത് മാണി സാറും ഉമ്മൻചാണ്ടി സാറും ഈ രണ്ടുപേരും ബിംബങ്ങളായിരുന്നു. അത് ഞാൻ ഇല്ല എന്നല്ല. പക്ഷെ അവർ ഇല്ലാത്ത ഒരു കാലഘട്ടം, അതായത് എല്ലാ കാലവും ഇപ്പൊ പിണറായി ഉണ്ടെന്ന് പറഞ്ഞു, പിണറായിക്ക് ശേഷമുള്ള ഒരു കാലഘട്ടം വരുന്നുണ്ട്. ഒരാളെ മാത്രം അല്ലെങ്കിൽ രണ്ട് ബിംബങ്ങളെ വെച്ചുകൊണ്ട് മാത്രം ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം വരൂ. അതായത് കോട്ടയം പോലൊരു സ്ഥലം, മധ്യ കേരളം, കോട്ടയം പോലൊരു സ്ഥലം, ഈ പാല പോലെ മാണിസാറിന്റെ സ്ഥലം എന്നൊക്കെ പറയുന്നത് അവർക്ക് ഈ പറയുന്ന ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അവരുടെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. ഇപ്പൊ മാണിസാറിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. കാര്യം നിങ്ങൾ കോട്ടയത്തും പാലയിലൊക്കെ നമ്മൾ പോകുമ്പോൾ ആ റോഡുകളൊക്കെ കാണും, മാണിസാർ ചെയ്തതാണ്. അതല്ല, ആ വികസനം ഒക്കെ മാണിസാറിന്റെ. അല്ല, അതെല്ലാം അങ്ങനെ വരുമ്പോ ആ ഒരു വ്യക്തി കേന്ദ്രീകൃതമായ ഒരു കാര്യം അവിടെ മാത്രമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസ്.
അവിടെ മാത്രമുള്ള ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ഏത് ഈ പറയുന്ന കോട്ടയത്തും പാലയിലും ഇടുക്കിയിലും ഒക്കെ ഉള്ള ഒരു പാർട്ടിയാണ്. അപ്പൊ കേരള കോൺഗ്രസിന് അവിടെ വോട്ട് കുറയും എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. കേരള കോൺഗ്രസിന്റെ വോട്ട് കുറയും. ഈ പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് പോയിരുന്ന കുറച്ച് വോട്ടും കോൺഗ്രസിന് പോയിരുന്ന വോട്ടും കുറയും. അതിന്റെ കാരണം കൂടെ ഞാൻ പറയാം. ഇത് ജോസ് കെ മാണി എന്ന നേതാവ്, അദ്ദേഹത്തിന്റെ മകനെ ഈ പറയുന്ന ഇടുക്കി കോട്ടയം മണ്ഡലങ്ങളിൽ ജോസ് കെ മാണിക്ക് അവരുടെ മാണിക്ക് കുറെ വോട്ടുണ്ട്, മാണിയുടെ വോട്ടുകളാണ്. അപ്പോൾ ആ വോട്ടെല്ലാം ജോസ് കെ മാണിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയില്ല. മാത്രമല്ല തീരദേശ മേഖലകളിൽ ക്രൈസ്തവ വോട്ട്, പിന്നെ ഞാനിപ്പം അവിടെ നിന്ന് ഞാൻ നേരെ തീരദേശത്തേക്ക് വരിക. അതായത് അവരുടെ CPM-ന്റെ വിലയിരുത്തൽ തദ്ദേശ ഇലക്ഷനിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ കോൺഗ്രസിന് വോട്ട് കുറയുകയും കുറഞ്ഞ ഭൂരിപക്ഷത്തിനെങ്കിലും ജയിച്ചിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടെ പ്രീത ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ ഒന്നുകൂടെ പറയാം. 5000 വോട്ടിന് താഴെ 4000 വോട്ടിന് താഴെ ഒക്കെ കോട്ടയത്തെ LDF-ന്റെ പല സ്ഥാനാർത്ഥികളും ജയിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ നിയമസഭയിൽ 99 സീറ്റ് എങ്ങനെയാണ്? അതിന് പ്രാദേശികമായിട്ടുള്ള പല വിഷയങ്ങളും കൂടി കാണില്ലേ? അല്ല, LDF-ന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചതാണ്. അതെ, അയ്യോ അവിടെ കോൺഗ്രസ് പോയി എന്ന് പറഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ കൂടി കാണില്ലേ? പ്രാദേശികമാണെങ്കിലും കാര്യത്തിൽ ഫലം ജയിച്ചതാണല്ലോ. അതെ, കാര്യത്തിൽ ഫലം ജയിച്ചതാണ്. പക്ഷെ അതേ ഫോർമാറ്റ് തന്നെ വരുന്ന ഇലക്ഷനിലൊക്കെ തദ്ദേശത്തിലല്ല ഞാൻ പറഞ്ഞ, തദ്ദേശമല്ല ഞാൻ പറഞ്ഞ, നിയമസഭയിൽ തന്നെ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, പ്രീതയ്ക്ക് അറിയാൻ കഴിയും. നിയമസഭയിൽ തന്നെ പ്രീത അറിയാൻ കഴിയും. എങ്ങനെ? ഈ ജയിച്ചിരിക്കുന്ന സീറ്റുകളൊക്കെ തന്നെ 5000-ന് താഴെ. ഇപ്പം വീണ ജോർജ് ജയിച്ചിരിക്കുന്നത് അവരുടെ ആ ഒരു സഭയുടെ ഒരു ഇതുകൊണ്ടാണ് അവർ ജയിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ ഈ പറയുന്ന രീതിയിൽ വോട്ടിന്റെ ശതമാനം കുറവാണ്, കോൺഗ്രസിനേക്കാൾ കുറവാണ്. ജയിച്ചിട്ടുണ്ട്, ദ അൾട്ടിമേറ്റ് റിസൾട്ട് ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് CPM ഇപ്പോഴും കരുതുന്നത് ഈ ക്രൈസ്തവ വോട്ട് ജോസ് കെ മാണി ഇതുവരെയും മാറിപ്പോകുന്ന കാര്യം പറഞ്ഞിട്ടില്ല. എങ്ങോട്ട്? UDF-ലേക്ക് പോകുന്ന കാര്യം ജോസ് കെ മാണി പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ജോസ് കെ മാണി പറയാതിരിക്കുമ്പോഴത്തേക്ക് LDF-ൽ തന്നെ നിൽക്കുന്ന അവസരത്തിൽ നേരത്തെ പോയിരുന്ന വോട്ടുകൾ, ഇവർക്ക് കോൺഗ്രസിന് പോയിരുന്ന വോട്ടുകളൊക്കെ തന്നെ കോൺഗ്രസിന് കിട്ടും. ഇപ്പൊ ഇവരുടെ ആകെ ഒരു പ്രതീക്ഷ എന്താണെന്ന് അറിയാമോ? തദ്ദേശ ഇലക്ഷൻ കഴിയുമ്പോൾ ജോസ് കെ മാണിയുടെ മൈൻഡ് മാറുമോ എന്നുള്ളതാണ്. അപ്പൊ അതവിടെ നിന്നോട്ടെ. അതിനുശേഷം നമ്മൾ അവിടെ വിട്ടിട്ട് ഈ ക്രൈസ്തവ മാണി ഗ്രൂപ്പ് ക്രൈസ്തവ വോട്ട് അടുത്ത് വരുന്നത് കൂടുതൽ അവർക്ക് സ്വാധീനമുള്ളത് ഈ പറയുന്ന രീതിയിൽ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. ഇത് മധ്യ കേരളമാണ്. പത്തനംതിട്ടയിലാണ് വീണ ജോർജ് ഉള്ളത്, ഇല്ലേ? രാജു എബ്രഹാം ഇപ്പോൾ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയാണ്. എന്തുകൊണ്ടാണ് പത്തനംതിട്ട ഉദയഭാനുവിനെ മാറ്റിയിട്ട് രാജു എബ്രഹാമിനെ ആക്കിയത്? ക്രിസ്ത്യൻ വോട്ടുകൾ ചോരാതിരിക്കാനാണ്. എല്ലാത്തിൻ്റെയും അവസാനം എന്ന് പറയുന്നത് ജാതിയും മതവും പ്രശ്നവും ഒക്കെ തന്നെ വരും, ഒടുവിൽ അങ്ങനെ വരത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തീരദേശത്തേക്ക് വരുമ്പോൾ CPM-ന്റെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ, അതായത് ആലപ്പുഴ, പിന്നെ ഈ ചില ആലപ്പുഴയൊക്കെ കുറച്ച് ക്രൈസ്തവ മീൻ പിടിക്കാൻ പോകുന്ന കുറച്ച് ലത്തീൻകാരൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇവർക്ക് നിയമസഭയിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ അവസാനം KC വേണുഗോപാൽ ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ KC വേണുഗോപാൽ എന്ന നേതാവിന്റെ അപ്രമാദത്തിൽ മാത്രമാണ് അവിടെ ഇവർക്ക് ഈ വോട്ട് വന്നത്. ഏതാ? ഈ പറയുന്ന കോൺഗ്രസിന്റെ വോട്ട് വന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലത്തീൻ ക്രൈസ്തവ വോട്ടുകൾ ഇപ്പോഴും CPM-ന് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് CPM ഇപ്പോഴും ആ ഏരിയയിൽ, അതായത് ഈ പറയുന്ന പോലെ ഈ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിലും അവർക്ക് അത്തരത്തിൽ അവിടെ നിന്ന് വോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന 2021 പോലും അവർക്ക് പിന്നെ ആലപ്പുഴ, കോട്ടയം തുടങ്ങിയ ജില്ലകളിൽ ഇത്തരത്തിൽ സീറ്റ് കിട്ടിയത് തന്നെ അതുകൊണ്ടാണ്. CPM പഴയ ഇപ്പം ഞങ്ങളുടെ അവിടെ തന്നെ തിരുവനന്തപുരത്ത് വെട്ടുകാട്, ശംഖുമുഖം, വലിയതുറ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ വോട്ടുകളിലാണ് ശശി തരൂർ അവസാനം 10,000, നമ്മൾ നേരത്തെ അല്പം മുമ്പ് സംസാരിച്ച രാജ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി പോലും അറിയാതിരുന്നതാണ്. അവിടെ നഗരാതിർത്തികളിലെ വോട്ടെല്ലാം രാജ് ചന്ദ്രശേഖരനാണ് പോയത്. പന്നിന്റെ വീന്ദ്രൻ എന്ന് പറയുന്ന ഒരു CPI-യുടെ സ്ഥാനാർത്ഥി ഇടതുമുന്നണിയിൽ നിന്നിട്ട് അദ്ദേഹം 3ാം സ്ഥാനത്താണ് പോയത്. അവിടെ ഇദ്ദേഹം ജയിച്ചത് ഈ പറയുന്ന ലത്തീൻ സമുദായം തുടങ്ങിയ ക്രിസ്ത്യൻ മേഖലയിൽ നിന്നുള്ള വോട്ടിലാണ് അന്ന് ഈ ശശി തരൂർ ജയിച്ചത്. അപ്പൊ പക്ഷെ നിയമസഭ വരുമ്പോൾ പഴയതുപോലെ അല്ല. ഇപ്പം ലത്തീൻ സമുദായം എന്ന് പറയുന്നത് കൊണ്ട് വെട്ടുകാട്, ശംഖുമുഖം ഇങ്ങനെയൊക്കെയുള്ള തിരുവനന്തപുരത്തെ കുറെ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പഴയതുപോലെ അല്ല. അവരെല്ലാം ഇപ്പം CPM-നോട് ആഭിമുഖ്യം ഉള്ളവരാണ്. അവരുടെ വോട്ടൊന്നും പോവാതിരിക്കാനായിട്ട് ഇവർ ഭയങ്കരമായിട്ട് പണ്ട് മുതലേ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ നേരത്തെ കൈപ്പത്തി കുത്തിയിരുന്ന കുടുംബവും ഒക്കെ തന്നെ മാറിക്കുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ മുസ്ലിം വോട്ടുകൾ തങ്ങൾക്ക് നഷ്ടമായിരുന്നാലും തീരദേശ മേഖലയിൽ നിന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകൾ തങ്ങൾക്ക് നിലനിർത്താനാകും എന്നുള്ള ഒരു രീതിയിലാണ് CPM പോകുന്നത്. അപ്പോൾ LDF വിട്ട് UDF-ലേക്ക് ഈ പറയുന്ന ജോസ് കെ മാണി പിന്നെ പോകാതിരുന്നാൽ, അതായത് ഈ പറയുന്ന രീതിയിൽ പോകാതിരുന്നാൽ LDF എന്ത് വില കൊടുത്തും അതുകൊണ്ട് അവർ പിടിച്ചു നിർത്തും. അങ്ങനെ ഈ ഹൈന്ദവ വോട്ടുകൾ CPM-ന് കൃത്യമായി LDF-നൊപ്പം ഉറച്ചു നിൽക്കും എന്നൊരു തീരുമാനം കൂടെ ഇപ്പോൾ അവർക്ക് ഈ ബേബി തന്നെ പറഞ്ഞല്ലോ,
ബേബി തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ പിന്നെ അമ്പലത്തിൽ പോകാം, കമ്മിറ്റികളിൽ അംഗമാകാം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാർട്ടി വോട്ട് പാർട്ടിക്ക് കിട്ടുകയും ഇത്തരത്തിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കിട്ടാനുള്ള ക്രൈസ്തവ വോട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിലമ്പൂർ ഇലക്ഷനിൽ സ്വരാജിന് കിട്ടിയ 66,000 വോട്ട്, അതൊരു വലിയ ഘടകമാണ്. ഈ നമ്മൾ അന്ന് സംസാരിച്ചു പറഞ്ഞു, അതായത് എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയത് തന്നെ ഹിന്ദു വോട്ടിന് വേണ്ടിയാണ്. അവിടുന്ന് 66,000 വോട്ട് വരെ എം സ്വരാജിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹൈന്ദവ വോട്ടുകൾ തങ്ങൾക്ക് കൃത്യമായി ലഭിച്ചിട്ടുണ്ട് എന്ന്, അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറയുന്ന രീതിയിൽ CPM-ന് ഭൂരിപക്ഷ സമുദായത്തിന്റെ ഒപ്പം ക്രൈസ്തവ വോട്ടുകൾ കൂടെ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഏരിയയിലൊക്കെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും എന്നാണ് അവരുടെ കണക്ക്.